ഈജിപ്റ്റ്, മിസ്രയീം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സഞ്ചരിച്ച ഒരു സ്ഥലമെന്ന നിലയിൽ ഈജിപ്റ്റ് വളരെ പ്രസിദ്ധമാണ്. ഈ സ്ഥലത്തിൻ്റെ അല്പ ചരിത്ര വിവരങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ബൈബിളിൽ ഈജിപ്റ്റിനെ മിസ്രയീം എന്നാണ് വിളിക്കുന്നത്. നോഹയുടെ മകനായ ഹാമിൻ്റെ മകനാണ് മിസ്രയീം. ഉൽപ്പത്തി 10:6. അവൻ്റെ പിൻഗാമികളാണ് ഈജിപ്റ്റുകാർ. മിസ്രയീം എന്ന വാക്കിൻ്റെ അർത്ഥം 2 ഭാഗങ്ങൾ അല്ലെങ്കിൽ ദുർഗങ്ങൾ എന്നാണ് അർത്ഥം. നൈൽ നദിയാൽ വിഭജിക്കപ്പെട്ട അപ്പർ ഈജിപ്റ്റും ലോവർ ഈജിപ്റ്റും ഉണ്ട്. ഈജിപ്തിൻ്റെ അറബി പേര് മിസ്ർ എന്നാണ്. ആഫ്രിക്കയുടെ വടക്ക് കിഴക്കേ മൂലയിലാണ് മിസ്രയീം സ്ഥിതി ചെയ്യുന്നത്. ഇസ്രായേലിൻ്റെ തെക്കു പടിഞ്ഞാറ്. ജീവനാഡിയായ നൈൽ നദിയാണ് ഈജിപ്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത്. നൈൽ ഇല്ലായിരുന്നെങ്കിൽ ഈജിപ്റ്റ് മുഴുവൻ മരുഭൂമിയാകുമായിരുന്നു. പഴയ നിയമത്തിലെ ഈജിപ്തിനെക്കുറിച്ച് അഥവാ ഇസ്രായേലിൻ്റെ ചരിത്രത്തോടുള്ള ബന്ധത്തിൽ അല്പമൊന്ന് ചിന്തിക്കാം. ബൈബിളിൽ 700-ലധികം തവണ ഈജിപ്റ്റ് പരാമർശിക്കപ്പെടുന്നുണ്ട്. അബ്രഹാമും ഈജിപ്റ്റും. ക്ഷാമം കാരണം അബ്രഹാം ആദ്യമായി ഈജിപ്തിൽ പോയി. ഉൽപ്പത്തി 12:10. അവിടെ വെച്ച് ഫറവോൻ സാറായെ എടുത്ത സംഭവം നടക്കുന്നുണ്ട്. യോസേഫിൻ്റെ കഥയോടുള്ള ബന്ധത്തിൽ ഒരു രക്ഷയുടെ സ്ഥലമായിട്ടാണ് മിസ്രയീമിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. യോസേഫ് അടിമയായി ഈജിപ്തിലെത്തി. പിന്നീട് ഫറവോൻ്റെ മുഖ്യമന്ത്രിയായി. ക്ഷാമകാലത്ത് യാക്കോബും 12 ഗോത്രങ്ങളും ഈജിപ്തിലേക്ക് താമസം മാറി. ഗോശൻ ദേശത്ത് അവർ പാർത്തു. ഉൽപ്പത്തി 46. അന്ന് ഈജിപ്റ്റ് അവർക്ക് രക്ഷയായിരുന്നു. മിസ്രയീം ഇസ്രായേലിൻ്റെ അടിമത്തത്തിൻ്റെ സ്ഥലമാണ്. യോസേഫിനെ അറിയാത്ത പുതിയ ഫറവോൻ വന്നപ്പോൾ ഇസ്രായേല്യരെ അടിമകളാക്കി. 430 വർഷം അവർ അടിമകളായിരുന്നു. പിരമിഡുകളും പീഥോം, റയംസേസ് എന്നീ സംഭരണ നഗരങ്ങളും പണിയിപ്പിച്ചു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നടന്ന ഒരു സ്ഥലമാണ് മിസ്രയീം. മോശയിലൂടെ ദൈവം 10 മഹാബാധകൾ ഈജിപ്തിൽ അയച്ചു. വെള്ളം രക്തമാകൽ, തവളകൾ, പേൻ, ഈച്ചകൾ, കന്നുകാലികൾക്ക് മഹാമാരി, പരുക്കൾ, കൽമഴ, വെട്ടുക്കിളി, കൂരിരുട്ട്, കടിഞ്ഞൂലുകളുടെ മരണം. അവസാനം ചെങ്കടൽ വിഭജിച്ച് ഇസ്രായേലിനെ ദൈവം ഈജിപ്തിൽ നിന്ന് രക്ഷിക്കുന്നു. പുറപ്പാട് 14. അതുകൊണ്ട് ബൈബിളിൽ ഈജിപ്റ്റ് പലപ്പോഴും അടിമത്തത്തിൻ്റെ വീട് എന്ന അർത്ഥത്തിൽ പാപത്തിൻ്റെ പ്രതീകമായും പറയപ്പെടുന്നുണ്ട്. പ്രവാചകന്മാരുടെ കാലത്തും മിസ്രയീമിന് വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു. ശലോമോൻ ഫറവോൻ്റെ മകളെയാണ് വിവാഹം ചെയ്തത്. ഇസ്രായേലും യഹൂദയും ദൈവത്തെ വിട്ട് സഹായത്തിനായി ഈജിപ്തിനെ ആശ്രയിച്ചപ്പോൾ പ്രവാചകന്മാരായ യെശയ്യാവ്, യിരെമ്യാവ് കഠിനമായി ശാസിച്ചു. ഈജിപ്റ്റ് ഒരു ഒടിഞ്ഞ ഞാങ്ങണ പോലെയാണ്. ആശ്രയിക്കുന്നവൻ്റെ കൈ തുളയ്ക്കും. യെശയ്യാ പ്രവചനം 36:6. യെരുശലേമിൻ്റെ നാശത്തിന് ശേഷം യിരെമ്യാവിനെ ബലമായി ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. യിരെമ്യാ പ്രവചനം 43. പുതിയ നിയമത്തിലും ഈജിപ്തിന് വലിയൊരു സ്ഥാനമുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും ഈജിപ്തും തമ്മിലുള്ള ബന്ധം. യേശുവിൻ്റെ ജീവിതത്തിൽ ഈജിപ്തിന് വലിയൊരു സ്ഥാനമുണ്ട്. ഹേരോദാവ് ശിശുക്കളെ കൊല്ലാൻ തുടങ്ങിയപ്പോൾ ദൂതൻ്റെ മുന്നറിയിപ്പ് പ്രകാരം യോസേഫ് മറിയയെയും ഉണ്ണിയേശുവിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോയി. ഹേരോദാവിൻ്റെ മരണം വരെ അവിടെ പാർത്തു. മത്തായി 2:13-15 വരെ. ഇത് ഒരു പ്രവചന നിവൃത്തിയായിരുന്നു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഹോശേയ പ്രവചനം 11:1. മത്തായി സുവിശേഷം 2:15. അന്ന് ഇസ്രായേലിന് അടിമത്തത്തിൻ്റെ സ്ഥലമായിരുന്നു ഈജിപ്റ്റ്. ഇപ്പോൾ രക്ഷകന് തന്നെ അഭയസ്ഥാനമായി മാറി. പെന്തക്കോസ്ത് നാളിൽ ജെറുസലേമിൽ കൂടിയിരുന്നവരിൽ ഈജിപ്തുകാരും ഉണ്ടായിരുന്നു. അപ്പോസ്തലപ്രവർത്തികൾ 2:10. അലക്സാണ്ട്രിയ എന്ന ഈജിപ്ഷ്യൻ നഗരം പിന്നീട് ക്രിസ്തീയ പഠനത്തിൻ്റെ വലിയ ഒരു കേന്ദ്രമായി മാറി.
ചരിത്രപരവും ആത്മീയവുമായ ഒരു വലിയ പ്രാധാന്യം ഈ മിസ്രയീമിനുണ്ട്. ഒന്ന്, ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള നാഗരികതകളിൽ ഒന്ന്. 5000 വർഷം പഴക്കം. പിരമിഡുകൾ, സ്ഫിങ്സ്, മമ്മികൾ, ഇതെല്ലാം ഇതിൻ്റെ തെളിവാണ്. 2, ബൈബിളിലെ പ്രതീകം. ബൈബിളിൽ ഈജിപ്റ്റ് 2 രീതിയിൽ കാണിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ പോറ്റിയ സ്ഥലമായും പാപത്തിൻ്റെയും ലോകത്തിൻ്റെയും അടിമത്തത്തിൻ്റെ പ്രതീകമായും. 3, ദൈവത്തിൻ്റെ പരമാധികാരം. അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന ഈജിപ്റ്റിനെയും ഫറവോനെയും ദൈവം തോൽപ്പിച്ചു എന്നത് ദൈവം എല്ലാ ശക്തികൾക്കും മേലെയാണ് എന്നതിൻ്റെ തെളിവായി ബൈബിൾ കാണിക്കുന്നു. ചുരുക്കത്തിൽ, അബ്രഹാം മുതൽ യേശു വരെ ബൈബിൾ ചരിത്രം മുഴുവൻ ഈജിപ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചിലപ്പോൾ ശത്രുവായും ചിലപ്പോൾ അഭയസ്ഥാനമായും. ഈജിപ്റ്റിനെക്കുറിച്ച് അഥവാ മിസ്രയീമിനെക്കുറിച്ച് വളരെ വിശദമായ പഠനങ്ങൾ അനേക എപ്പിസോഡുകളിലായിട്ട് വീണ്ടും നമുക്ക് ചിന്തിക്കാം.